ദില്ലിയിൽ മുസ്തഫാബാദിൽ കെട്ടിടം തകർന്നു വീണ 4 പേർക്ക് ദാരുണാന്ത്യം. നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. അബ്ദുൾ റഷീദ് തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് ദില്ലിയിൽ നിന്ന്. അബ്ദുൾ റഷീദ്, രാവിലെ വളരെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത വരുന്നു. 4 പേർ മരണപ്പെട്ടിരിക്കുന്നു കെട്ടിടം തകർന്നു വീണ്. എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണോ? മനു, ഇന്ന് പുലർച്ചെ 3 മണിയോട് കൂടിയാണ് നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു കെട്ടിടം തകർന്നു വീണത്. തകർന്നു വീണതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നമുക്കിതുവരെയും വ്യക്തമായിട്ടില്ല. എന്തായാലും ഈ അപകടത്തിന് പിന്നാലെ 4 പേരുടെ മരണമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതേസമയം 14 പേരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇവർക്ക് കാര്യമായിട്ട് പരിക്കുകളുണ്ട്. ഗുരുതരമായി പരിക്ക് പറ്റിയ 3 പേരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം 8 മുതൽ 10 വരെ ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നത്, അതായത് ഈ സമീപ പ്രദേശങ്ങളിലുള്ളവർ ദൃക്സാക്ഷികൾ പറയുന്നതനുസരിച്ച് 10 ആളുകൾ ഇതിനകത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇവരെ കാണുന്നില്ല എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ 10 പേർ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. എന്തായാലും പുലർച്ചെയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. NDRFിൻ്റെയും അതോടൊപ്പം പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും സംഘങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൊല്ലപ്പെട്ടവരിൽ അല്ലെങ്കിൽ ഈ മരണപ്പെട്ടവരിൽ 3 കുട്ടികളും ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നേരത്തെ ഒരു കുടുംബത്തിലെ 4 പേർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് വന്നിരുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിലെ 3 കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസും സ്ഥിരീകരിക്കുന്നത്. എന്തായാലും പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടായിട്ടുള്ളത്. നേരത്തെയും ഈ സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ കെട്ടിടങ്ങൾ വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിലും നേരത്തെ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്നാലും നിലവിൽ ഇപ്പോഴും ഈ സുരക്ഷയുടെ ഭാഗമായിട്ടുള്ള തിരച്ചിലുകളും ഒക്കെ തന്നെയും ഊർജിതമാക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും NDRFിൻ്റെ 50 അംഗ സംഘവും ദില്ലി പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ തന്നെയും സംഘം സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. സംഭവ സ്ഥലത്ത് എന്തായാലും തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് സുരക്ഷാ സേനയൊക്കെ തന്നെയും അറിയിക്കുന്നത്. നിലവിൽ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടായിരിക്കുന്നത്. ഈ മരണസംഖ്യ ഉയർന്നേക്കുമോ എന്ന കാര്യത്തിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. കാരണം 3 നിലകളിലധികമുള്ള ഒരു കെട്ടിടമാണ് ഇപ്പോൾ തകർന്നു വീണിരിക്കുന്നത്. ഇതിൽ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടായിരുന്നു. പുലർച്ചെ 3 മണിയോട് കൂടിയാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത് എന്നുള്ളത് കൊണ്ട് തന്നെ രക്ഷപ്പെടാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഊർജിതമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. മനു, ശരി. ഏതായാലും രക്ഷാപ്രവർത്തനം വേഗം പുരോഗമിക്കട്ടെ. പറ്റാവുന്ന എത്രയും ആളുകളെ രക്ഷിക്കാൻ കഴിയട്ടെ എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്.